2026 സ്വർണ്ണവില 3 ലക്ഷത്തിന് മുകളിലേക്കോ? മൂന്നാം ലോക മഹായുദ്ധം വന്നാൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമോ? അന്യഗ്രഹ ജീവികൾ എത്തുന്നത് മനുഷ്യരാശിയെ ഇല്ലാതാക്കാനോ? ഈ വർഷം സംഭവിക്കാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിജീവിക്കാൻ ഈ മനുഷ്യരാശിക്ക് സാധിക്കുമോ? ഭൂമിയിൽ നടന്ന പല ദുരന്തങ്ങളും മുൻകൂട്ടി പ്രവചിച്ച ലോക പ്രശസ്തയായ അന്ധസന്യാസി ബാബ വാംഗയുടെ പ്രവചനമനുസരിച്ച് 2026 സംഭവിക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന ദുരന്തങ്ങളിൽ ചിലതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ബാബ വാംഗയുടെ പ്രവചനങ്ങൾ ശാസ്ത്രലോകം വളരെ ഗൗരവത്തോടു കൂടി കാണുന്നത് എന്തുകൊണ്ട്? മൂന്നാം ലോക മഹായുദ്ധം അടക്കമുള്ള ദുരന്തങ്ങൾ 2026 സംഭവിക്കുമെന്നാണ് ബാബ വാംഗ പ്രവചിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് നടന്ന പല സംഭവങ്ങളും മുൻകൂട്ടി പ്രവചിച്ച് ലക്ഷക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അന്ധയായ ബാബ വാംഗ എന്ന സ്ത്രീ ശരിക്കും ആരാണ്? എന്താണ് ഇവരുടെ പ്രവചനങ്ങളുടെ അടിസ്ഥാനം? എപ്പിക് സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ പുതുവർഷത്തിലും ഇന്റർനെറ്റിൽ വളരെ ട്രെൻഡിങ് ആവുന്ന ഒരു പേരാണ് ബാബ വാംഗ എന്ന അന്ധസന്യാസിയും അവരുടെ പ്രവചനങ്ങളും. ഇവരുടെ അനുയായികൾ പറയുന്നതനുസരിച്ച് ഇവർ മുൻകൂട്ടി പ്രവചിച്ച പല ദുരന്തങ്ങളും ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. 2026 ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ബാബ വാംഗയുടെ ഞെട്ടിക്കുന്ന ചില പ്രവചനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് ബാബ വാംഗ? എന്താണ് അവരുടെ ചരിത്രം? എവിടെ നിന്നാണ് അവർ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1911 അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ വടക്കൻ മാസിഡോണിയയിലാണ് ബാബ വാംഗ ജനിച്ചത്. യഥാർത്ഥ പേര് വാംഗേലിയ ഗുഷ്തരോവ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് സ്ട്രൂമിക്ക പിടിച്ചെടുക്കാൻ വേണ്ടി ബൾഗേറിയയും സെർബിയയും തുർക്കിയും ഗ്രീസും തമ്മിൽ തർക്കം നടന്നിരുന്ന കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉൾപ്പെടെ തുടർച്ചയായുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു വാംഗയുടെ ബാല്യം. ഒടുവിൽ സെർബിയ സ്ട്രൂമിക്ക പിടിച്ചെടുക്കുകയും വാംഗയുടെ അച്ഛനെ സെർബിയക്കാർ ബൾഗേറിയൻ വിപ്ലവകാരി എന്ന് മുദ്രകുത്തി ജയിലിൽ അടക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വാംഗയുടെ അമ്മയും മരിച്ചതോടെ മറ്റു ബന്ധുക്കളുടെ വീടുകളിലായിരുന്നു ഇവരുടെ താമസം. ഏറെക്കുറെ അനാഥമായ ബാല്യം. 12-ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ടതോടെയാണ് വാംഗയ്ക്ക് ഭാവി പ്രവചിക്കാനുള്ള കഴിവ് കിട്ടിയെന്നാണ് ഇവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. പിന്നീട് ഒരു ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ച വാംഗ പെട്രിച്ചിലേക്ക് താമസം മാറുകയും ചെയ്തു. തനിക്ക് 30 വയസ്സായപ്പോഴേക്കും പ്രവചനങ്ങളും രോഗശാന്തിയും കൊണ്ട് ബാബ വാംഗ പ്രശസ്തി ആർജിച്ചു തുടങ്ങി. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളായിരുന്നു ബാബ വാംഗയെ കാണാൻ കൂടുതലായി എത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ ബൾഗേറിയൻ രാജാവ് മോറിസ് മൂന്നാമൻ, സോവിയറ്റ് നേതാവ് ലിയോണിഡ് ബ്രഷ്നേവ് ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ വിവിധ റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ നിന്നും ധാരാളം രാഷ്ട്രീയക്കാരും അക്കാലത്ത് ഇവരെ സന്ദർശിച്ചിരുന്നു. 1970-കളിലും 80-കളിലും ആണ് ബാബ വാംഗയുടെ പ്രശസ്തി ലോകം മുഴുവൻ അറിയപ്പെട്ടത്. ഇവരുടെ പ്രവചനങ്ങൾ തന്നെയായിരുന്നു ഇവരെ ഇത്രയും പ്രശസ്തയാക്കിയത്. സോവിയറ്റ് യൂണിയന്റെ പതനം, ഷെർണോബിൽ ദുരന്തം, ജോസഫ് സ്റ്റാലിന്റെ അന്ത്യം, അമേരിക്കയിലെ സെപ്റ്റംബർ 11 ആക്രമണം, ഒബാമയുടെ തിരഞ്ഞെടുപ്പ് വിജയം, ഇങ്ങനെ പോകുന്നു ഇവരുടെ പ്രവചനങ്ങൾ. കൂടാതെ ഡയാന രാജകുമാരിയുടെ മരണം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണം ഉൾപ്പെടെ ബാബ വാംഗ കൃത്യമായി പ്രവചിച്ചിരുന്നതായി ഇവരുടെ അനുയായികൾ അവകാശപ്പെടുന്നു. അക്രമാസക്തമോ രക്തരൂക്ഷിതമോ ആയ പ്രവചനങ്ങൾ ബാബ വാംഗ നടത്തിയിരുന്നത് ലോകം വളരെ പേടിയോടെയാണ് നോക്കിയിരുന്നത്. 2026 നടക്കും എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ പ്രവചനം തന്നെ ലോകം വളരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്: മൂന്നാം ലോക മഹായുദ്ധം. ബാബ വാംഗയുടെ പ്രവചനമനുസരിച്ച് 2026 മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിഴക്കുഭാഗത്ത് ഏഷ്യയിലോ മറ്റോ ആയിരിക്കും ഇതിന്റെ ആരംഭം. ക്രമേണ യുദ്ധം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്നും ഒരുപാട് മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാകുമെന്നും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും അവർ പറയുന്നു. ഈ യുദ്ധം ഒരു സമ്പൂർണ്ണ ആഗോള അധികാരമാറ്റത്തിന് കാരണമാകുമെന്നും വാംഗ പ്രവചിച്ചിരുന്നു. യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്നുള്ള ശക്തനായ ഒരു നേതാവ് ലോകം മുഴുവൻ ആധിപത്യം സ്ഥാപിക്കും. വരും വർഷങ്ങളിൽ വളരെ സമ്മർദ്ദകരമായിരിക്കും ലോകരാജ്യങ്ങളുടെ അവസ്ഥ എന്നും വാംഗയുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രവചനം നമുക്ക് തള്ളിക്കളയാവുന്ന ഒന്നായി കാണാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചാൽ വിവിധ രാജ്യങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഈ ലോകം തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മൂന്നാം ലോക മഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നത്. അടുത്തതായുള്ള വാംഗയുടെ പ്രവചനം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്.
2026-ൽ നിരവധി ദുരന്തങ്ങളാണ് ഭൂമിയെ കാത്തിരിക്കുന്നത്. ഇതിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂകമ്പങ്ങൾ, അമിതമായ മഴ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തും. ഈ പ്രകൃതി ദുരന്തങ്ങൾ ഭൂമിയുടെ 7 മുതൽ 8% വരെയുള്ള കരഭാഗത്തെ ബാധിക്കുമെന്നും മറ്റു ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ സംഭവിക്കുമെന്നും ഇതുമൂലം തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിൽ ഉണ്ടാകുമെന്നും പ്രവചനത്തിൽ പറയുന്നു. ഇത് മനുഷ്യരാശിയുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം സംഭവിക്കാൻ കാരണമാകും. അടുത്ത പ്രവചനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് സംഭവിച്ചാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അതൊരു വലിയ ഭീഷണിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയാണത്. ഇപ്പോൾ AI എത്ര വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2026 AI സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമെന്ന്, മനുഷ്യ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും ബാബ വാംഗെ പ്രവചിച്ചിട്ടുണ്ട്. നിലവിലെ AI വളർച്ച അനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ 2026 അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രവചനം ഇതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഈ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം മൂലം നമ്മൾ വളരെയധികം കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ AI വളർന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത പ്രവചനം 2026-ൽ ചൈന വലിയ ആധിപത്യം നേടുന്ന വർഷമായിരിക്കും. തായ്വാന്റെയോ അല്ലെങ്കിൽ ദക്ഷിണ ചൈന കടലിന്റെയോ പൂർണ്ണ നിയന്ത്രണം ചൈന നേടും. ഇത് ലോക രാഷ്ട്രീയത്തിലും വലിയ മാറ്റം സംഭവിക്കും. ആദ്യം പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനവും ഈ രാഷ്ട്രീയ മാറ്റവും വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾക്കാണ് 2026-ൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവരുടെ അടുത്ത പ്രവചനമാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ശാസ്ത്രലോകം വളരെയധികം ഉറ്റുനോക്കുന്നതും. മനുഷ്യൻ ആദ്യമായി അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടുമുട്ടുമെന്നായിരുന്നു ഈ പ്രവചനം. 2026 നവംബർ മാസത്തോടുകൂടി ഒരു ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് വരും എന്നാണ് ഇവർ പ്രവചിച്ചിട്ടുള്ളത്. ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഈ പ്രവചനത്തെ പൂർണ്ണമായി തള്ളിക്കളയാനും സാധിക്കില്ല. ഈ പ്രവചനം സത്യമായാൽ മനുഷ്യരാശിയുടെ കണ്ടുപിടുത്തങ്ങളിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കും ഇത്. അടുത്ത പ്രവചനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആഗോള സാമ്പത്തിക തളർച്ച അല്ലെങ്കിൽ ക്യാഷ് ക്രാഷ്. കറൻസി പരാജയങ്ങൾ മൂലം വലിയ പണപ്പെരുപ്പം 2026-ൽ വരാൻ പോകുന്നു. ബാങ്കിംഗ് സംവിധാനങ്ങളിൽ അസ്ഥിരത വരാനും ഇതുമൂലം വലിയ ലോക സാമ്പത്തിക പ്രതിസന്ധി സംഭവിക്കാനും കാരണമാകും. ആഗോള സാമ്പത്തിക അസ്ഥിരത കാരണം 2026-ൽ സ്വർണ്ണവില വർധനവ് ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ റെക്കോർഡ് സൃഷ്ടിക്കുമെന്നും പ്രവചിക്കുന്നു. ഇത് ഒരുപക്ഷെ 2 ലക്ഷമോ 3 ലക്ഷമോ കടന്നേക്കാം. സ്വർണ്ണവില ഇപ്പോൾ തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവചനത്തിനും വലിയ ഒരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നുണ്ട്. 2026-ൽ മാത്രം ബാബ വാംഗെ ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 51-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ ബാബ വാംഗെ പ്രവചിച്ചിരുന്നതായി ഇവരുടെ അനുയായികൾ പറയുന്നു. 1996 ഓഗസ്റ്റ് 11-ന് തന്റെ 84-ാമത്തെ വയസ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നാണ് ബാബ വാംഗെ മരണപ്പെടുന്നത്. ഇവർ ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ എല്ലാ പ്രവചനങ്ങളും ഇവരുടെ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു. ഇതാണ് ഇവരുടെ മരണശേഷം അനുയായികൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ അവസാന കാലഘട്ടത്തിൽ അവർ നിശബ്ദമായി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബാബ വാംഗെ ബൾഗേറിയയിലെ പെട്രിച്ചിൽ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ മ്യൂസിയമാണ്. ബാബ വാംഗെയുടെ പ്രവചനം ലോകമെമ്പാടും വിവിധ മാധ്യമങ്ങളും ശാസ്ത്രലോകവും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രവചനങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ അടിത്തറ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രവചനങ്ങൾ പലതും വ്യാജമാണെന്നൊരു അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരെ അനുകൂലിക്കുന്നവരും ധാരാളമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഗുഡ് ബൈ.